إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. يقول الله عز وجل والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ധനം ചിലവഴിക്കുന്നിടത്ത് അമിതമായി ദുർവ്യയം നടത്തുകയോ എന്നാൽ പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുകയോ ചെയ്യുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, പിശുക്കിനും അമിതത്വത്തിനും ഇടയിൽ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവനാണ് ഒരു മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങേയറ്റം മോശപ്പെട്ട സ്വഭാവമായി പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അൽ ഇസ്റാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ ദുർവ്യയം ചെയ്യുക, ധൂർത്തടിക്കുക എന്നുള്ളത്. عن عبد الله بن عمرو بن العاص رضي الله عنه أن النبي صلى الله عليه وسلم قال كلوا واشربوا وتصدقوا والبسوا ما لم يخالطه إسراف ولا مخيلة رواه ابن ماجه وحسنه الألباني. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ തിന്നുകൊള്ളൂ, നിങ്ങൾ കുടിച്ചുകൊള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ നിന്നും ചിലവഴിച്ചുകൊള്ളൂ, എന്നാൽ നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളൂ. പക്ഷേ ഒരിക്കലും തന്നെ നിങ്ങൾ ധനം ചിലവഴിക്കുന്നിടത്ത് മാ ലം യുഖാലിത്ഹു ഇസ്റാഫുൻ വലാ മഖീല, രണ്ട് കാര്യങ്ങൾ അവിടെ വരാൻ പാടില്ല. ഒന്ന്, തൻ്റെ ആവശ്യത്തിനും അപ്പുറത്ത് അന്യായമായി ദുർവ്യയം ചെയ്തുകൊണ്ട് സമ്പത്തിനെയും അനുഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്തി കളയരുത്.
രണ്ടാമത്തെ കാര്യം, ഒരിക്കലും തന്നെ നിങ്ങൾ ആ ചിലവഴിക്കുന്നിടത്ത് അഹന്ത നടിക്കരുത്. വസ്ത്രം ധരിക്കുന്നിടത്താവട്ടെ, ഭക്ഷണം കഴിക്കുന്നിടത്താവട്ടെ, ഒരിടത്തും തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ താൻ ഖേമനാണെന്നുള്ളൊരു ചിന്തയുണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപരമായി അവൻ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹങ്ങളെ ഇസ്റാഫിലൂടെ, അമിതമായ ദുർവ്യയത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല, അതിലൂടെ പെരുമ നടിക്കാൻ പാടില്ല എന്നുള്ളത്. വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുസ്രിഫീങ്ങളെ പരിചയപ്പെടുത്തുന്നത് അസ്ഹാബുൻ നാർ, നരകത്തിന്റെ അവകാശികളായിക്കൊണ്ടാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന അശ്ശയാതീൻ വകാന അശ്ശൈത്താനു ലിറബ്ബിഹി കഫൂറ. അമിതമായി ദുർവ്യയം ചെയ്യുന്ന, പ്രത്യേകിച്ചും നിഷിദ്ധമായ കാര്യങ്ങൾക്ക് പോലും സമ്പത്തിന് ചിലവഴിക്കുന്ന ആളുകൾക്കാണ് മുബദ്ദിരീങ്ങൾ എന്ന് പറയുന്നത്. ഇസ്റാഫിനേക്കാൾ വലിയ പാപമാണ് തബ്ദീർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങളുടെ ധനത്തെ അമിതമായി ദുർവ്യയം ചെയ്തുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന അശ്ശയാതീൻ, മുബദ്ദിരീങ്ങൾ, അങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചാകട്ടെ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവനുമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അൻ മിഖ്ദാദ് ഇബ്നു മഅദി കരിബ് റളിയല്ലാഹു അൻഹു سمعت رسول الله صلى الله عليه وسلم يقول بحسب ابن آدم أكلات يقمن صلبه فإن كان لا محالة فثلث لطعامه وثلث لشرابه وثلث لنفسه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മലഅ ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്നിഹി, നമ്മളുടെ പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വയറാണ്. ഒരു മനുഷ്യൻ ഒരു പാത്രത്തിലും ഭക്ഷണം നിറച്ചിട്ടില്ല, അവന്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രത്തിലും ഭക്ഷണം നിറച്ചിട്ടില്ല. വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളത് മോശമായ കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നട്ടെല്ല് നിവരാൻ ആവശ്യമായ ഉക്കുലാത്ത്, ഏതാനും ഉരുളകൾ അവന് മതിയാകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗങ്ങൾ പോലും അവനിൽ നിന്ന് വഴിമാറും, ആരോഗ്യമുണ്ടാകും. മനുഷ്യന്റെ ഭക്ഷണത്തിൽ അമിതത്വം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാലും കുറച്ച് ഭക്ഷണമൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കരുതുക. ഫഇൻ കാന ലാ മഹാല, നീ കഴിക്കുകയല്ലാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലുള്ളവനാണ് എങ്കിൽ ഫസുലുസുൻ ലിതആമി, വയറിന്റെ 1/3 അത് ഭക്ഷണത്തിനും, വസുലുസുൻ ലിശറാബി, 1/3 അത് പാനീയത്തിനും, വസുലുസുൻ ലിനഫസി, 1/3 അത് അവന്റെ ശ്വസനത്തിനുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, أتى أعرابي إلى النبي صلى الله عليه وسلم فسأله عن الوضوء. ഇന്ന് നമ്മൾ വുദു എടുക്കുമ്പോൾ പൈപ്പൊക്കെ നല്ല രൂപത്തിൽ നല്ലവണ്ണം തുറന്ന് ധാരാളമായി വെള്ളം ഉപയോഗിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അഅറാബിയായ ഒരു മനുഷ്യൻ വുദൂഇനെ കുറിച്ച് ചോദിക്കുകയാണ്. വളരെ അല്പം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറാഹു സലാസൻ, 3 തവണ വുദു എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു കൊടുത്തു, ഹാദൽ വുദു, ഇതാകുന്നു വുദു. ഫമൻ സാദ ഫഖദ് തഅദ്ദ വഅസാ വളം, എന്നാൽ ഇതിലും മറികടക്കുന്ന, അതിരുകടക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവൻ ദുൽമ് ചെയ്തിരിക്കുന്നു, അതിര് കടന്നിരിക്കുന്നു, അവൻ അവന്റെ പ്രവൃത്തി മോശമാക്കിയിരിക്കുന്നുവെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, ഇന്ന്
ഈ രാജ്യമെന്നല്ല, എല്ലായിടത്തും വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇവിടെ നമുക്ക് വെള്ളം എത്തിക്കുന്നത്. ഒരിക്കലും അമിതത്വം കാണിക്കാൻ പാടില്ല, ഇസ്റാഫ് ഉണ്ടാകാൻ പാടില്ല. നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധ്യം ഓരോ മുഅ്മിനിനും ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, പിശുക്കുകൊണ്ട് നീ നിന്റെ കൊല്ലിക്ക് പിടിക്കണമെന്നല്ല. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. എന്നാൽ ഒരു നിയന്ത്രണവുമില്ലാതെ നീ നിന്റെ കൈകളെ തുറന്നിടുകയും ചെയ്യരുത്. അങ്ങനെ വരുന്ന പക്ഷം നീ തന്നെ സ്വയം ഖേദിക്കുന്നവനായി പര്യവസാനിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. അമിതത്വവും പാടില്ല, പിശുക്കും പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി തഖ്വയോടുകൂടി ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്റാഫ് കാണിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച വേളയിൽ ഫവജദ കിസ്റത ഖുബ്സിൻ മുൽഖാഹ് അലൽ അർദ്, താഴെ വീണ് കിടക്കുന്ന ഒരു റൊട്ടിയുടെ കഷ്ണം അള്ളാഹുവിൻ്റെ റസൂൽ കാണാനിടയായി. ഫഅഖദഹു റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ അതെടുത്തു. ഫമസഹഹു സുമ്മ അകലഹ്, അതല്പം തട്ടി, അല്ലേ, എന്തെങ്കിലും ഒരു ചെറിയൊരു കരട് വീഴുമ്പോഴേക്ക് ഭക്ഷണം തന്നെ മുഴുവൻ ഒഴിവാക്കുന്ന ചിന്തയുള്ള ആളുകളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ ആ റൊട്ടി കഷ്ണം എടുത്ത് പൊടി തട്ടിയത് ഭക്ഷിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ അഹ്സിനി ജിവാറ നിഅമില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള നിന്റെ സമീപനം നന്നാക്കണേ. പടച്ച റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളോടുള്ള സമീപനം നന്നാക്കണേ. ഫഇന്നഹാ ഖല്ലത് അൻ തസൂല മിൻ അഹ്ലി ബൈത്തിൻ ഫതഊദ ഇലൈഹിം, നമ്മളുടെ വീടുകളിൽ നിന്ന് നമ്മളുടെ മോശമായ പ്രവൃത്തി കാരണത്താൽ പടിയിറങ്ങുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചൊരു പക്ഷേ ആ വീട്ടിലേക്ക് വന്നില്ല എന്ന് വരാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക, അമിതത്വം ഒഴിവാക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى، وخذ بناصيتهم للبر والتقوى، وارزقهم بطانة صالحة، واحفظهم بحفظك يا رحمن. والحمد لله رب العالمين. واقم الصلاة.